അത് ഉദ്ഘാടനം ചെയ്തില്ലെങ്കിൽ ഇനി ചെയ്യാൻ പറ്റാതെ വരും. അടുത്ത 15-ാം തീയതിയോടുകൂടി 15-ാം തീയതി 20-ാം തീയതിക്ക് മുമ്പായി നമുക്ക് ബിസിനസ് ക്ലാസ് ബസ് വരും. വോൾവോയുടെ ബസ്സാണ് വരുന്നത്. അതിൽ പാൻട്രി ഉണ്ട്, അതിൽ ടോയ്ലറ്റ് ഉണ്ട്. അത് തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ നിന്ന് രാവിലെ ഒരു വണ്ടി തിരുവനന്തപുരത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഒരു വണ്ടി കൊച്ചിക്കും പുറപ്പെടും. റോഡ് പണി കഴിഞ്ഞാൽ അത് രാവിലെ തൃശ്ശൂരിൽ പോയി നിൽക്കും. തൃശ്ശൂരിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അത്രയും ദൂരമെങ്കിലും നമ്മൾ കവർ ചെയ്യും. ഏതാണ്ട് 3.5-4 മണിക്കൂറുകൾ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുന്ന എങ്ങും സ്റ്റോപ്പില്ല. മിന്നൽ പോലെയാണ്. ഇവിടം വിട്ടാൽ ആലപ്പുഴ, ആലപ്പുഴ വിട്ടാൽ കൊല്ലം, കൊല്ലം വിട്ടാൽ തിരുവനന്തപുരം. അത് ബുക്കിംഗ് കംപ്ലീറ്റും തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ഇത് എവിടെയും സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം ടോയ്ലറ്റ് അതിനകത്തുണ്ട്. ഫുഡ്, നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അതിനകത്ത് മെനു ഉണ്ട്. ആ മെനു നേരത്തെ ഒന്ന് കാണാം. അത് ടിക്കറ്റ് റിസർവ് ചെയ്യുമ്പോൾ തന്നെ ഫുഡും കൂടി, വിമാനത്തിനെ പോലെ ഫുഡും കൂടി റിസർവ് ചെയ്തിട്ട് കയറാം. ഒരു ചായ കൂടുതലാണ് വിട്ടു തരും. അതിനകത്ത് ടിക്കറ്റ് കൊടുക്കുന്നതും ടിക്കറ്റ് പരിശോധിക്കുന്നതും എല്ലാം ഒരു ഹോസ്റ്റസ് ആയിരിക്കും. ഒരു ലേഡി അതിനകത്ത് ഉണ്ടാകും. അവരാണ് ആ കാപ്പി ചായയൊക്കെ എടുത്ത് തരുന്നതും ആഹാരം തരുന്നതും എല്ലാം അവരായിരിക്കും. ബസ് ഹോസ്റ്റസ് എന്നൊരു സങ്കല്പം ഉണ്ടാക്കിയാണ്. അതെല്ലാം തെരഞ്ഞെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. വണ്ടി വരുമ്പോൾ ഞാനൊന്ന് ഓടിച്ചു നോക്കും. അത് കഴിഞ്ഞാൽ വണ്ടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വണ്ടി ഓടാൻ നേരത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ വണ്ടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യേണ്ടെന്ന് പലരും പറയും. അതുകൊണ്ട് നേരത്തെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വണ്ടി പണിത് തീരാറായി. ഇനി അതിന്റെ കളർ കൊടുക്കണം. കളർ ഇന്നലെ ഞാനും MD കൂടെ ചർച്ചകൾ നടത്തി. കളറിൽ ചില മാറ്റങ്ങൾ വരുത്തി. നല്ല എലിഗന്റ് ആയിട്ടുള്ള കളറായിരിക്കും, ഫ്ലാഷി ആയിട്ടുള്ള കളറായിരിക്കില്ല. പക്ഷെ കുറച്ചൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് ലുക്കുള്ള ഒരു വണ്ടിയായിരിക്കും. എല്ലാ സൗകര്യവും ഉണ്ട്. അതിനകത്ത് ടോയ്ലറ്റ് ഉണ്ട്. അതിന്റെ ടോയ്ലറ്റൊക്കെ വെച്ചേക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. നിങ്ങൾ ഞെട്ടിപ്പോവും. പാൻട്രി ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനകത്ത് ബസ് ഹോസ്റ്റസ് ആയിരിക്കും. ഡ്രൈവറും ഉണ്ടാവും, ബസ് ഹോസ്റ്റസും ഉണ്ടാവും. ടിക്കറ്റ് ചെക്ക് ചെയ്ത് കയറുന്ന അവരായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും, ആഹാരം കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം അവര് അറ്റ് യുവർ സർവീസ് ആയിട്ട് ഉണ്ടാവും. വിമാനത്തിലുള്ളതുപോലെ ഒരു ഹോസ്റ്റസിനെ നമ്മൾ ഈ 2 ബസ്സിലും വെക്കും. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും. അത് ചില ഒരുപക്ഷെ മലയാളിയാകണം എന്നില്ല ഈ വയ്ക്കുന്ന ആള്. കാരണം മലയാളികൾക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്. നമ്മളെല്ലാം ട്രെയിനിങ് കൊടുക്കും. 4 ദിവസം അതനുസരിച്ച് ചെയ്യും. 5-ാമത്തെ ദിവസം അത് വൃത്തിയിടാക്കും. പിന്നെ അവരത് ഊരും പോലെ ചെയ്യും. പക്ഷെ ഈ വടക്കേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ, ലേഡീസ്, പെൺകുട്ടികൾ, നമ്മള് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരുന്ന ഒരു ബ്യൂട്ടി പാർലർ നിൽക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ എങ്ങനെ പഠിപ്പിച്ചാലും അത് തന്നെ ചെയ്യും എല്ലാ ദിവസവും. നമ്മളുള്ള സത്യം പറയണമല്ലോ. അങ്ങനെ ആരെങ്കിലും നോക്കാനാണ് ഞാൻ MD യോട് പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം കൃത്യമായി പാലിക്കണം. ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലായാലും ഒക്കെ.